ഇപ്പോഴും ഇവിടുത്തെ സിസ്റ്റം, അതായത് ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം ICUവിൽ തന്നെയെന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞ് മരിക്കാൻ ഉണ്ടായ സാഹചര്യത്തിൽ തുടർ അന്വേഷണവുമായി ആരോഗ്യ വകുപ്പ്. ആരോപണ വിധേയ ഡോക്ടറെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്ന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ഇന്ന് ജില്ലാ ആശുപത്രിയിലെത്തും. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. രജിത്ത്, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അനാസ്ഥ എന്ന് പറയാൻ കഴിയുമോ? എങ്കിൽ പോലും അതിൻ്റെ വിശദീകരണം ഡോക്ടർ നൽകിയിട്ടുണ്ട്. എന്താണ് ഈ കുഞ്ഞു മരിക്കാനിടയായ സംഭവത്തിൻ്റെ ഒരു വിശദീകരണം എന്താണ്? ആ വീട്ടുകാർ, കുടുംബം എന്താണ് പറയുന്നത്? ആരോഗ്യവകുപ്പിൻ്റെ നടപടി ഏത് തരത്തിലാണ്? രാജേഷ്, ഇന്നലെ പുലർച്ചെയോടെയാണ് ഈ പാലോട് സ്വദേശിയായ നിരഞ്ജനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ഇവരെ ലേബർ റൂമിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. അതിനുശേഷം കുട്ടിയെ പുറത്തെടുത്തെങ്കിലും അല്പനേരത്തിന് ശേഷം കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഡോക്ടർക്കെതിരെയാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ചികിത്സാ പിഴവ് തന്നെയാണ്, അല്ലെങ്കിൽ ശസ്ത്രക്രിയയിൽ ഉണ്ടായിട്ടുള്ള പിഴവാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. കാരണം ഒപ്പം തന്നെ ഈ കുട്ടിയെ പുറത്തെടുക്കുന്നതിൽ താമസം നേരിട്ടു എന്ന കാര്യമാണ് കുടുംബം ആരോപിക്കുന്നത്. ഡോക്ടർക്കെതിരെ കടുത്ത ആരോപണമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിനാണ് ഇന്നലെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി വേദിയാവുകയും ചെയ്തത്. ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമായി തന്നെ ഇന്നലെ ആശുപത്രിയിൽ ഉണ്ടായത്. ഉച്ച മുതൽ രാത്രി വരെ നീളുന്ന ഒരു പ്രതിഷേധത്തിനാണ് ഇന്നലെ നെടുമങ്ങാട് ആശുപത്രി വേദിയാവുകയും ചെയ്തത്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും നേതൃത്വത്തിലടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിരുന്നു. തുടർന്ന് DMOയും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയാണ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധം നിർത്തിവെക്കാൻ അവർ തയ്യാറായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പുലർച്ചയോടുകൂടി നിരഞ്ജനയുടെയും അതുപോലെ തന്നെ ബിനിലിൻ്റെയും പാലോട് സ്വദേശികളാണ്. ഇവരുടെ കുട്ടിയാണ് മരിച്ചത്. നിരഞ്ജനയെ ഇന്നലെ പുലർച്ചയോടുകൂടി ആശുപത്രിയിലെത്തുന്നു. ഉച്ചയോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. വളരെയേറെ നേരം ലേബർ റൂമിൽ കിടത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പ് കൃത്യമായി പറയുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ കുട്ടിക്ക് അനക്കമുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. അത് കുടുംബവും പറയുന്നുണ്ട്. ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും പെയിൻ ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് കുടുംബവും പറയുന്നത്. ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഇന്ന് നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെ നേരത്തെയും ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, 2ഓളം പരാതികൾ നേരത്തെയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡോക്ടറെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണത്തിലേക്കാണ് ഡോക്ടർ പോകുന്നത്. പ്രാഥമിക വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ കുട്ടിക്ക് അനക്കമുണ്ടായിരുന്നില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. എന്തുതന്നെയായാലും കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ന് ആശുപത്രിയിലെത്തി ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നത്. അതിനുശേഷം ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തുതന്നെയായാലും ഈ ഡോക്ടർക്കെതിരെ 2ഓളം പരാതികൾ, ഇതിനു മുമ്പ് 2 പരാതികൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ഇവരോട് നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നടപടിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഡോക്ടർ തിരികെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഇന്നലെ പ്രതിഷേധക്കാർക്ക് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ നാട്ടുകാരും ഒപ്പം തന്നെ കുടുംബവും തയ്യാറായിരിക്കുന്നത്. രജിത്ത്, മറ്റൊരു പ്രധാന വിഷയം, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാനാണല്ലോ അവരുടെ തീരുമാനം. OPക്ക് പുറമെ അധ്യാപകർ ക്ലാസ്സുകളും ബഹിഷ്കരിക്കുന്നുണ്ട്. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഈ സമരം ഇങ്ങനെ തുടരുമ്പോഴും എന്തുകൊണ്ട് സർക്കാർ ഒരു സമവായത്തിന് ശ്രമിക്കുന്നില്ല? സമരം ശരിയല്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ സമരം ശക്തമാക്കുന്നത്. ഇന്നും സമരം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇതിപ്പം 3ാം ദിവസത്തിലേക്ക് സമരം നീളുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനാണ്. ഇന്നലെ 2 ദിവസമായി ഇവർ തുടരുന്ന സമരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ
ഓപ്പറേഷൻ അടക്കമുള്ള മറ്റ് ചികിത്സകളല്ല, പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ അടക്കമുള്ളവ മാറ്റിവെക്കുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള രോഗികളാണ് ഏറ്റവും കൂടുതലായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നതാണ്. PG ഡോക്ടർമാർ സമരത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ OP ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരു പ്രധാനപ്പെട്ട മറ്റ് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ പ്രശ്നത്തിലേക്ക് വരും ദിവസങ്ങളിൽ നീളാനുള്ളൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ഡോക്ടർമാരെ, അധ്യാപകരായിട്ടുള്ള ഡോക്ടർമാരും അവർ അധ്യാപനത്തിൽ നിന്ന് തന്നെ വിട്ടു നിന്നുകൊണ്ടുള്ളൊരു കർശനമായ സമരത്തിലേക്ക് അവർ നീങ്ങുകയാണ്. മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് കർശന പ്രതിഷേധമാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. അവർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനാണ് തയ്യാറെടുക്കുന്നത്. യെസ്, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാർ ഡോക്ടർമാർ സമരത്തിലാണ്, ഒരു ജാഗ്രത വേണം. എന്തായാലും OP ബഹിഷ്കരിച്ചുള്ള സമരം ഉണ്ടാകില്ല. അടിയന്തര അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടർമാർ സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ ഒരു ചർച്ചയ്ക്കും ഇതുവരേക്കും മുന്നിട്ടിറങ്ങിയിട്ടുമില്ല.